പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമകാലികത്തിലേക്ക് സ്വാഗതം. സമകാലികം ഇന്ന് വിശദമായി ചർച്ച ചെയ്യുകയാണ്. സൈബർ ഓൺലൈൻ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘങ്ങളുടെ വിഹാര കേന്ദ്രമാവുകയാണോ കേരളം? ഓൺലൈൻ തട്ടിപ്പുകൾ കൂടി വരാൻ എന്താണ് കാരണം? സൈബർ സുരക്ഷ പേരിന് മാത്രമാണോ? തട്ടിപ്പിനെതിരെയുള്ള ബോധവൽക്കരണം ഫലവത്താകുന്നുണ്ടോ? സമൂഹ മാധ്യമങ്ങളുടെ സ്വീകാര്യത തട്ടിപ്പ് സംഘങ്ങൾ മുതലാക്കുന്നുണ്ടോ? സമകാലികം വിശദമായി ചർച്ച ചെയ്യുകയാണ്. സൈബർ ചതിക്കുഴികളിൽ പെട്ടുപോകുന്ന കേരളം. ആദ്യ ചോദ്യം ഇതുതന്നെയാണ്. ഈ കേരളം ഈ തട്ടിപ്പിൻ്റെ കേന്ദ്രമാവുകയാണോ? നമസ്കാരം. നമ്മൾ സൈബർ ക്രൈംസിനെ കുറിച്ച് പറയുമ്പോൾ അത് കേരളത്തിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. നമ്മൾ 10-30 വർഷത്തെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ സൈബറിൻ്റെ ഇൻ്റർനെറ്റ് പെനിട്രേഷനാണ് മെയിനായിട്ടുള്ളത്. അത് എങ്ങനെ, അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കൊരു ജിയോഗ്രഫി, സൈബർ ക്രൈമിനും സൈബർ ഫോറൻസിക്സിനോ സൈബർ ഇൻവെസ്റ്റിഗേഷനോ ടെറിട്ടറി ഇല്ല. അപ്പോൾ അതിന് നമ്മൾ ഇന്ന സ്ഥലം എന്ന് ചെയ്യാനല്ല. വി ക്യാൻ സി നമ്മൾ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദർ ഈസ് എ ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സൈബർ ക്രൈം. ഒരു സൈഡിൽ നമ്മുടെ ക്രൈം റേറ്റ് ഡേ ബൈ ഡേ വളരെ, അതും ഇൻ്റർനെറ്റ് ബേസ്ഡ് ക്രൈം, അത് ഫിനാൻഷ്യൽ ഫ്രോഡ് ആവട്ടെ, അതല്ല റിലേറ്റഡ് ക്രൈംസ് ആവട്ടെ, വി ക്യാൻ സീ എ ഡ്രാസ്റ്റിക് ചേഞ്ച് ആസ് പെർ ദ സ്റ്റാറ്റിസ്റ്റിക്സ്. അതൊരു സൈഡിൽ. രണ്ടാമത് നമ്മളെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ ഇൻവെസ്റ്റിഗേഷൻ ഒരു സൈഡിൽ. അപ്പോൾ നമ്മൾ വി ഹാവ് ഒരു ലീഗൽ പെർസ്പെക്റ്റീവ്, ഇതൊരു ലീഗൽ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഈ ക്രൈം നടത്തുന്നവരൊരു ഭാഗത്തും അതിൻ്റെ വിക്റ്റിമാവുന്ന ഒരു ഭാഗത്തും. അപ്പോൾ അതിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വിക്റ്റിമാവുന്നവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിലൊരു ടെക്നോ സാവിയോ അല്ലെങ്കിൽ അതിലൊരു ഇലിറ്ററേറ്റ്, അങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. വെൻ ഇറ്റ് കംസ് ടു ടെക്നോളജി, അത് ഉപയോഗിക്കുന്നവരും അതിൻ്റെ പ്രോസും കോൺസും, നമ്മളൊരു ഫോൺ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിൽ എന്തെല്ലാം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളെവിടെയൊക്കെ നമ്മൾ കോംപ്രമൈസ്, അറിഞ്ഞോ അറിയാതെയും കോംപ്രമൈസ് ആവുന്നു. അതുകൊണ്ട് അതിലൊരു ടെക്നോളജി അറിയാവുന്ന ആൾ, അറിഞ്ഞൂടാത്ത ആൾ, അങ്ങനെ ഒരു വേർതിരിവില്ല. അതൊരു വലിയൊരു ഫാക്ടറാണ്. രണ്ടാമത് നമ്മളെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ പെർസ്പെക്റ്റീവിൽ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ചലഞ്ചും ലിമിറ്റേഷനും വളരെ ഒന്ന് നമ്മളെ എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ പറയാം. രണ്ടാമത്തത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഇപ്പോഴും ആ ഒരു 10-30 വർഷം കഴിഞ്ഞിട്ടും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ ട്രെയിനിങ് മൊബിലൈസേഷനൊക്കെ നോക്കുമ്പോൾ അത് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ IT ടെക്നോളജി ജോയിൻറ്റ് കമ്മിറ്റി എന്നൊക്കെ പറയാമെങ്കിലും വളരെ ലിമിറ്റേഷനാണ്. നമ്മളിപ്പോഴും ആ ഒരു ട്രഡീഷണൽ സിസ്റ്റം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ വരെ കണക്കെടുക്കുമ്പോൾ തന്നെ ക്രൈംസിൽ പാറ്റേണിൽ വന്ന ചേഞ്ചസിൻ്റെ ഒരു വലിയ ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേ ചേഞ്ച് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയിലും കൊണ്ടുവരണം. അപ്പോൾ ഇനി വരുന്ന ജനറേഷൻ, ഇനി വരുന്ന റിക്രൂട്ട്മെൻറ്റ്, നോർമൽ PSC അങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റിനെ കാട്ടിയും ടെക് സാവി ആയിട്ടുള്ള ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ജനറേഷനെ വാർത്തെടുക്കാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടെ നമ്മുടെ പഠന വിഷയത്തിൽ, പാഠ്യവിഷയത്തിൽ ഈ സൈബർ ക്രൈമിന് വേണ്ട ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി ലിറ്ററസി മൂവ്മെൻറ്റ് നമുക്കിവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഒരു വലിയൊരു റോൾ മോഡലായിരുന്നു. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ലിറ്ററസിയുടെ ടൈപ്പ് അത് എന്നെ അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ പറയും നമ്മൾ ഓരോ സബ്ജക്റ്റ് അക്കാഡമി ബേസ്ഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ട്രെയിനിങ്ങിനെ കാട്ടിയും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ആവട്ടെ, ഡിജിറ്റൽ ഡിവൈസസിൻ്റെ അത് എങ്ങനെ ഡിവൈസസിന് യൂസ് ചെയ്യണം, ഒരു ഗാഡ്ജറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് അത് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ തുടങ്ങിയാൽ ഇത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പം ഒരേ ഡിവൈസ് ഒരു സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവിലും ഒരു പ്രൊഫഷണൽ പെർസ്പെക്റ്റീവിലും ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് പെർസ്പെക്റ്റീവിലും ഒരു മീഡിയ പെർസ്പെക്റ്റീവിലും അത് പല തലങ്ങളിലാണ് ഒരേ ഡിവൈസും ഒരേ ടൂളും ഒരേ ആപ്ലിക്കേഷനും യൂസ് ചെയ്യുന്നത്. അത് ഓരോരുത്തരെയും മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഇത് പറഞ്ഞ കണക്ക് നമ്മൾ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് OTP ഇങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഇപ്പം നമ്മളതിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഈവൻ ബ്യൂറോക്രാറ്റ്സ് പോലും ഈ സൈബർ ക്രൈം അവർ ഫേസ്ബുക്ക് കോംപ്രമൈസ്ഡ് ആയ കേസസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം കോംപ്രമൈസ് ആയ കേസസ് ഉണ്ട്, ഈ OTP. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് വരുമ്പോൾ ഇപ്പോഴും അതിൽ ഒന്നാമത്തെ കാര്യം വി ആർ ലിവിങ് ഇൻ എ ഫാസ്റ്റ് വേൾഡ്. അപ്പം നമുക്ക് എല്ലാത്തിനും വളരെ വ്യഗ്രതയാണ്. അപ്പം അങ്ങനെ ഒരു ടൈമിലാണ് ഇത് വരുമ്പോൾ ഇനി എത്ര എഡ്യൂക്കേറ്റ് ചെയ്താലും ഈ ഒരു പോയിൻ്റ് അവിടെ നിൽക്കും. ഇറ്റ്സ് ഒരു മിസ്റ്റേക്ക് ആവാം, ആ ഒരു മൊമെൻ്റ് ട്രാൻസാക്ഷനിൽ വരുന്ന ഒരു എറർ ആവാം. അതുകൊണ്ട് ബേസിക്കലി ഇതിൽ തന്നെ നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി ഇതൊരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ മാത്രം കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല.
കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ എത്ര ഡോക്ടർമാരുണ്ട്, എത്ര പേഷ്യൻ്റ് എന്നുണ്ടെന്നോ, അല്ലെങ്കിൽ എത്ര ജഡ്ജസ് എത്ര ക്രൈമിന് ഉണ്ടാകുന്ന നോക്കുന്ന കണക്ക്, എത്ര സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, എത്ര സൈബർ ക്രിമിനൽസിനുണ്ടെന്ന് നോക്കുമ്പോൾ വളരെ ഒരു അന്തരമാണ്. ഒന്നാമത്തത് ഇതിനെ നേരത്തെ പറഞ്ഞ കണക്ക് ദർ ഇസ് നോ ബൗണ്ടറീസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിപ്പം നേരെ ഇത് ഏത് ഭാഗത്താണ് അവർ സെർവറെന്നോ ഇല്ലെങ്കിൽ അത് ഏത് പാറ്റേണിൽ നമുക്ക് വരുന്ന ഒരു സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ തന്നെ പല വിക്ടിംസും മിക്കവാറും വരുന്നവർ അവർക്കത് വെളിയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് പല കേസും റെക്കോർഡ് ചെയ്യാതെ തന്നെ പോകുന്നുണ്ട്. അവർ അത് ഫാമിലിയെ ഓർത്താവാം അങ്ങനെ വരുന്നവർ. ഇപ്പം നമ്മൾ പറയും ഇപ്പം കൺവിക്ഷൻ റേഷ്യോയും നമ്മൾ കൊടുക്കുന്ന 0 FIR എന്നൊക്കെ പറഞ്ഞാലും പ്രാക്ടിക്കലി ഇതല്ല നടക്കുന്നത്. മിക്കവാറും എൻ്റെ ഒരു ഒബ്സർവേഷൻ, നമ്മളെ ഇപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് വെച്ചും ഫോറൻസിക് ലാബിൽ വരുന്ന കേസസിലും മിക്കവാറും ആൾക്കാർ ഒന്നാമത് ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഇത് കിട്ടാമെന്നുള്ള ഒരു കാലതാമസം. നേരത്തെ പറഞ്ഞ ഒരു 50,000 വരെ മിക്കവാറും ഒരു വിക്ടിമിൻ്റെ നിന്ന് പോകുന്ന എമൗണ്ടിൻ്റെ ലിമിറ്റ് നോക്കുമ്പോൾ അവർക്ക് ഒരു 50,000 കിട്ടിയാൽ വളരെ വളരെ പരിമിതമാണ്. അപ്പം മിക്കവാറും അവർ നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഒരു സൈബർ ക്രിമിനൽസിൻ്റെ സ്ട്രാറ്റജി തന്നെ. അപ്പോൾ അത് അപ്പോൾ ഒരു തരത്തിക്ക് നമ്മൾ താഴെ തട്ടിൽ നിന്ന് പഠിപ്പിച്ച് പറയണം. രണ്ടാമത്തത് ഈ അവയർനെസ് കൊണ്ടുവന്നാലും വളരെ ഒരു പരിമിതിയാണ് ഇതിലുള്ളത്. രണ്ടാമതും മൂന്നാമതും നമ്മൾ അതിൻ്റെ അനലൈസ് ചെയ്യേണ്ടതാണ് നമുക്ക് എത്രത്തോളം നമുക്ക് ഇത് എങ്ങനെ റെക്ടിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. മിക്കവാറും ഇത് കഴിഞ്ഞ് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ 50,000 രൂപയ്ക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കോടതി വഴി പോകണമെന്ന്. കോടതി വഴി പോകുമ്പോൾ അതിന് വേണ്ടി മെനക്കെടാനുള്ള കാരണം കണ്ട് മിക്കവാറും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പലരും വന്നത് പോയി ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ ഓടണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് മിക്കവാറും സൈബർ വിക്ടിംസുകളുടെ അവസ്ഥ. അങ്ങ് ഈ സൈബർ ഫോറൻസിക് ലബോറട്ടറിയുടെ ചെയർമാനാണ്. ഈ സൈബർ ഫോറൻസിക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം കൂടി, ഈ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അങ്ങയുടെ സ്ഥാപനത്തെ ആശ്രയിക്കുന്നത്, സമീപിക്കുന്നത്? നമ്മളിവിടെ വരുന്നത് കൂടുതലും ഒരു സൈബർ ക്രൈം വിക്ടിംസ് ആണ് കൂടുതൽ. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മളവിടെ വരുന്ന ഒരു വിക്ടിം എപ്പോഴും അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർ ഫിനാൻഷ്യലി ചീറ്റഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസിലായിരിക്കാം. അങ്ങനെ നമ്മളവിടെ ഒരു ഇൻഡസ്ട്രിയിൽ പോകുന്ന കണക്കല്ല നമ്മൾ ആ ലാബിൽ വിസിറ്റ് ചെയ്യുന്നത്. മിക്കവാറും ഒരു അഫക്റ്റഡ് വിക്ടിംസിൻ്റെയാണ് കേസസ് നമ്മൾ കൂടുതലും ഇത് ചെയ്യുന്നത്. അവിടെ വരുന്ന നമ്മളതിൽ നോക്കുന്നത് സൈബർ ക്രൈം പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൽ ഫോറൻസിക്സ് തന്നെ നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ ഫോറൻസിക്സ് ഉണ്ട്, ഡിസ്ക് ഫോറൻസിക്സ്. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അവരുടെ ഹാർഡ് ഡിസ്കുകളാവട്ടെ, മൈക്രോ, മിനി, മാറ്റ, അങ്ങനെ പാറ്റ അങ്ങനെ ഏത് ഡിവൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. USB പെൻഡ്രൈവ് ഇൻവെസ്റ്റിഗേഷൻ, മെമ്മറി കാർഡ് ഫോറൻസിക്സ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു മൊബൈൽ, അപ്പം ഈ വാസ് ടെല്ലിങ് അബൌട്ട് ആൻഡ്രോയിഡ്, iOS, അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, വാട്സാപ്പ് ചാറ്റ് റിക്കവറി, അങ്ങനെയുള്ള നമുക്ക് ചെയ്യാം. പിന്നെ ലോഗ് അനാലിസിസ്, പിന്നെ കോൾ ഡേറ്റ റെക്കോർഡ് അനാലിസിസ്, അത് കോർട്ട് ഡയറക്ഷനിലൂടെ മാത്രം നമ്മൾ ചെയ്യുന്നതുണ്ട്. പിന്നെ മൾട്ടിമീഡിയ ഫോറൻസിക്സ്, ഒരു കോടതിക്ക് കൂടുതലും നമ്മൾ ഫോറൻസിക്സ് ആസ് അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ എവിഡൻസ് ടു കോർട്ട് ഓഫ് ലോ, ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മളെ ലാബ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡോക്ടർ ജിജോ പി ഉള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. ശ്രീ റജി വസന്ത് ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പല തട്ടിപ്പുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ തട്ടിപ്പുകൾ സാധാരണക്കാരെ ബോധവൽക്കരിക്കാനുള്ള ഒട്ടേറെ നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ മലയാളി എത്ര വന്നാലും ഈ പഠിക്കില്ല എന്ന് പറയുന്നത്, എത്ര തട്ടിപ്പ് അല്ലെങ്കിൽ പലിശ കൂടുതലുണ്ടെങ്കിൽ ഉടനെ അതിലേക്ക് പോകുന്നു. അപ്പം ഈ മലയാളിയെ പറഞ്ഞ് പഠിപ്പിക്കാൻ എന്താണ് ഇനി പുതിയ മാർഗം? നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളൊരു സ്പീഡി സൊസൈറ്റിയാണ്. നമുക്ക് എപ്പോഴും നമ്മളൊരു പേഴ്സണൽ ഗെയിൻസും പേഴ്സണൽ മോട്ടോയുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ തന്നെ റെക്ടിഫൈ ചെയ്യാതെ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ അതിനെ ചേഞ്ച് ഓരോ വീടുകളിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാലേ ഇത് നടക്കത്തുള്ളൂ. അതായത് ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇഷ്യൂൻസോ അവരൊന്നും പറഞ്ഞ് മാറ്റാൻ ഇത് പറ്റത്തില്ല. അപ്പം നമ്മളെ അക്കാഡമിക്സ് കുട്ടികൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു ഓൺടർപ്രണർ
ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളവിടെ വളരെ കുറവാണ്. അതേ കണക്ക് തന്നെ ഫിനാൻഷ്യൽ ഇതിനെ ഹൈജീനിനെ കുറിച്ചും ഈ ടെക്നോളജിക്കൽ ഹൈജീനിനെ കുറിച്ചൊക്കെ ഗ്ലാസ് റൂട്ട് നമ്മളല്ലാതെ ഇത് കമ്പ്യൂട്ടർ ആരാണ് കണ്ടുപിടിച്ചതെന്ന് പഠിപ്പിക്കുന്നതിനെക്കാട്ടിയും ഇത് എങ്ങനെ നമ്മൾ ആദ്യത്തെ 10-20-30 വർഷം നമ്മൾ IT ആൾക്ക് ഇത് എങ്ങനെ അവബോധമാണ് കൊടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ ട്രാപ്പ് എങ്ങനെയാണ്, അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇതിന് എന്തൊക്കെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം, അങ്ങനെയുള്ള ഇത് നമ്മൾ ഓരോ വീടുകളിൽ നിന്നും ഓരോ ക്ലാസ് റൂമുകളിൽ നിന്നും തുടങ്ങി അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പം അങ്ങനെ മാത്രമേ നമ്മളിപ്പോഴും പറയാറുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ട് ഈ മാസവും ഒരു ഏറ്റവും നല്ല ബാങ്ക് ഓഫ് ബറോഡയുടെ ഡേറ്റ ബ്രീച്ച് നടന്ന സ്ഥലമാണ് ഇന്ത്യ. നമ്മളെ കൂടംകുളം റിയാക്ടറിൽ നിന്നും ഡേറ്റ ബ്രീച്ച് നടന്നു. ഒരു സൈഡിൽ ഡേറ്റ ബ്രീച്ച് നമ്മൾ പറയും ഇന്നത്തെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് ഡേറ്റ. നമ്മൾ പലരും അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അങ്ങനെ ഇപ്പം IT ആക്ടിനോട് സപ്പോർട്ട് ചെയ്യാൻ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഏറ്റവും കൂടുതൽ വെൽത്ത് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും ഡേറ്റയാണ് ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന സൈബർ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിൽ. അപ്പം അത് ഒരു തരത്തിക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ലിറ്ററസി കൊണ്ടുവന്ന കണക്ക് IT ലിറ്ററസി ഇതിൻ്റെ അവയർനെസ് കൊണ്ടുവരാതെ നേരത്തെ പറഞ്ഞ കണക്ക് കേസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് പൈസ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കാട്ടിയും സ്വന്തമായിട്ട് റെക്ടിഫൈ ചെയ്ത് സ്വന്തം നമുക്ക് മാക്സിമം അവബോധം എങ്ങനെ എന്നാലും അതിൽ എറർ ഫ്രീ ആവാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഈ സൈബർ ചതിക്കുഴിയിൽ പെട്ടുപോകുന്ന കേരളം എന്ന വിഷയത്തിലുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് റെജി വസന്ത് വിജയ് ഒരു വിഷയമായി കാണാം. നമസ്കാരം.